ഐസൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ളത് ഒന്നല്ല 2 കേസുകൾ, 2 ഗുരുതരമായ കേസുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് താൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഒരു FIR ഉണ്ടല്ലോ, അങ്ങനെയാണ് എങ്കിൽ അതിൽ അറസ്റ്റിലാകേണ്ടതല്ലേ? അങ്ങനെ സുരക്ഷിതമായി പുറത്തു വരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് സാധിക്കുമോ ഐസൺ? തീർച്ചയായും രാഖി, ഈ വിഷയവും കോടതിയിൽ മെൻഷൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടു, പരാമർശിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2 പരാതികളാണുള്ളത്. നേരത്തെ ആദ്യത്തെ അതിജീവിത നൽകിയ മൊഴി ഉൾപ്പെടെയുള്ള, അതായത് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളൊരു പരാതിയും രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതി, പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന പരാതിയുമാണ് ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് മൊഴി എടുക്കുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ആദ്യത്തെ കേസിലാണ്, 1-ാം അതിജീവിതയുടെ കേസിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഈ അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്നത് വരെ തടഞ്ഞിരിക്കുന്നത്. അതായത് 15-ാം തീയതി കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് SIT-യോട് അപ്ഡേറ്റ് റിപ്പോർട്ട്, അതായത് എന്താണ് അന്വേഷണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ അപ്പീൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരായ അപ്പീൽ നിലനിൽക്കുന്നത്. ആ അപ്പീൽ നിലനിൽക്കുന്ന വിഷയത്തിൽ അറസ്റ്റ് താൽക്കാലികമായി 15-ാം തീയതി വരെ, അതായത് ഈ കേസ് പരിഗണിച്ച് അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ തടഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസ് വാദിക്കുന്ന വേളയിൽ തന്നെ, ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ, അല്ലെങ്കിൽ ഈ ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ കൃത്യമായും ഹൈക്കോടതി പറഞ്ഞത് 2-ാമത്തെ കേസിൽ വിലക്കില്ല എന്നും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ താൽക്കാലികമായ ഒരു അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് രാഹുലിൻ്റെ അറസ്റ്റ് നടത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്തേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഐസൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന അതേ ബങ്കറിൽ വരും ദിവസങ്ങളിലും തുടരേണ്ടി വരും അല്ലേ? അങ്ങനെ തന്നെ, അതായത് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ സാധിക്കില്ല, ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകാം. തീർച്ചയായും അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. MLA ആയ വ്യക്തിക്ക് അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് സിവിൽ കേസുകളിൽ മാത്രമാണ്. ക്രിമിനൽ കേസുകളിൽ അറസ്റ്റ് പ്രൊട്ടക്ഷൻ ബാധകമല്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുമ്പോൾ ഒരു തരത്തിലും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ, MLA എന്ന പദവി ഉപയോഗിച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനോ നിലവിൽ സാധ്യതയില്ല. അറസ്റ്റ് ഒഴിവാക്കാനുള്ള സാധ്യതയില്ല. അറസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇപ്പോഴുള്ള 1-ാമത്തെ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല, 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ 2-ാമത്തെ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിന് വിലക്കില്ല എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായ ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ SIT-യുടെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കൃത്യമായൊരു നിർദ്ദേശം ഹൈക്കോടതിക്ക് നൽകാനും സാധിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമോ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധി നിലനിൽക്കുമോ എന്ന് ആ 2-ാമത് കേസ് പരിഗണിക്കുന്ന വേളയിലായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ആ പരിഗണനയ്ക്ക് ശേഷം കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല. തീർച്ചയായും 1-ാം അതിജീവിതം നൽകിയ കേസ് പരിഗണിക്കുന്നതുവരെ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കേസിനെതിരായി സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്ന ആ വേള വരെ രാഹുലിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ കേസിൽ അത് ബാധകമല്ല എന്നും കോടതി പറഞ്ഞ നിലയ്ക്ക് രാഹുൽ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അതുകൊണ്ടൊരു തടസ്സവും ഉണ്ടാകില്ല. രാഖി, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് താൽക്കാലിക ആശ്വാസം. ആദ്യ പരാതിയിൽ, ആദ്യ കേസിൽ തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2-ാമത്തെ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന് കൃത്യമായി വ്യക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. അത് ആദ്യ പരാതിയിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഈ മാസം 15-ാം തീയതി ഈ കേസ് പരിഗണിക്കും. അതുവരെയാണ് അറസ്റ്റിന് തൽക്കാലത്തേക്ക് വിലക്ക് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ജിജീഷ് കരുണാകരനിലേക്ക് കൂടി പോകണം. ജിജീഷ്, ഈ കോടതിയുടെ ഒരു വിധിയുടെ വിശദാംശങ്ങൾ വരികയാണ്. അതായത് വിശദമായി ഈ വിഷയത്തിൽ വാദം കേൾക്കണം. അപ്പോഴും പ്രതിഭാഗത്തിന്റെ ഒരു വാദമുണ്ട്. തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. എന്തായാലും വിശദമായ വാദം ഇനി കോടതിയിൽ നടക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? രാഖി, ഇത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ആശ്വാസമാണ് എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി തന്നെ നിയമക്കുരുക്കിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. കാരണം തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. ആ തെളിവുകളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ്
ഈ ഒന്നാമത്തെ ആദ്യം നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരാതി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞു എന്നത് മാത്രമാണ്. സ്വാഭാവികമായും 2 പരാതികളാണ് ഏറ്റവും ഒടുവിൽ രാഹുലിനെതിരെ വന്നിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2ാമത്തെ പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അതിലെ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതിക്കാരിയെ കണ്ട് മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അതിലെ നടപടികൾ ഒന്നും തന്നെ വിലക്കിയിട്ടില്ല. സ്വാഭാവികമായും അതിൽ പ്രത്യേകമായി കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെയും അറസ്റ്റ് തടയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിലോ വീണ്ടും രാഹുൽ മാങ്കൂട്ടം കോടതിയെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും ഏറ്റവും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അവിടെ തള്ളിയെങ്കിൽ മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് രാഹുലിന് എത്താൻ കഴിയുക. രാഹുലിൻ്റെ വാദങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അവിടെ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ അത് ഏറ്റവും പ്രസക്തവുമാണ്. കാരണം കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ അതിൽ ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതി ബലാത്സംഗ കുറ്റത്തിൽ പങ്കാളിയാകുന്നത്, എന്തുകൊണ്ടാണ് കേസ് എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി പ്രതി നടത്തിയ ഭീഷണികൾ, പ്രേരണകൾ, നിർബന്ധങ്ങൾ എല്ലാം തന്നെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വിശദമായ വാദം കേൾക്കാനുള്ള ഒരു സമയം മാത്രമാണ് കോടതി എടുക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായും രാഗി, ഇക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീർപ്പിലേക്കൊന്നും പോയിട്ടില്ല. നിലവിൽ ഈ 15-ാം തീയതി പരിഗണിക്കുന്നത് വരെ 15-ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നത് വരെ കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങളും കാണേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി കോടതിക്ക് കാണേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ്. എന്നാൽ പെട്ടെന്ന് നൽകിയ ഒരു ഇതിൽ അറസ്റ്റ് തടയുക അല്ലെങ്കിൽ എന്നൊരു നടപടി മാത്രമാണ് നിലവിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വാഭാവിക നടപടിക്രമമാണ് ഇത്തരം കേസുകൾ വരുമ്പോൾ, ഇത്തരം ഹർജികൾ വരുമ്പോൾ ഹൈക്കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 15-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് കേസ് ഡയറി എത്തും. അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള നിർണായകമായ തെളിവുകളെടുക്കും. അവിടെ ഈ പരാതിക്കാരി നൽകിയിട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങളടക്കം കോടതിയിൽ പരിശോധിക്കപ്പെടും. ഇഴകീറി തന്നെ അത് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിനുശേഷം കോടതി എന്ത് തീരുമാനമെടുക്കുന്നു ഹൈക്കോടതി ജാമ്യ ഹർജിയിൽ എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം നിലവിൽ ഉണ്ടായ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നത്. സ്വാഭാവികമായും അതേ നില തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലും എത്തുന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. അതേ തെളിവുകൾ തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതേ വാദങ്ങൾ തന്നെ പ്രതിഭാഗത്തിനും അതേ കാര്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കാനുള്ളത്. താൻ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്ന കാര്യവും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് പരാതിക്കാരിയുമായി എന്ന ഒരു കാര്യവും എല്ലാം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാദങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ കേസ് ഡയറി വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കോടതിക്ക്. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ അത് നിർണായകമാണ്. മൊഴിയിലെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. നേരത്തെയുള്ള വാദങ്ങൾ അതുതന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഒരിക്കൽ കൂടി കോടതിയിൽ ഉയർത്തുക. നേരത്തെ താൻ പറഞ്ഞിട്ടുള്ള അതേ വാദങ്ങളിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നതടക്കമുള്ള വാദങ്ങളിൽ ഉയർത്തുമ്പോൾ അങ്ങനെയല്ല ഉള്ളത്. കൃത്യമായി തന്നെ രാഹുൽ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രഥമദൃഷ്ട്യാ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വാദത്തിൽ പ്രോസിക്യൂഷനും ഉറച്ചു നിൽക്കുന്നു. അതിന് ശക്തി പകരുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങളും ആ വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ കോടതിയിൽ നടക്കുമ്പോൾ ഇതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കേസ് ഡയറി വിശദമായ സൂക്ഷ്മ പരിശോധനയ്ക്ക്, ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് കോടതി വിധേയമാക്കും. അത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോൾ രാഹുൽ ഏതെങ്കിലും തരത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല.